ഒന്നിൽ പിഴച്ചാൽ 3 എന്നാണല്ലോ. പക്ഷെ എന്റെ കാര്യത്തിൽ 3 അല്ല, 10-15 പ്രാവശ്യം ഇട്ടും പിടിച്ചും നോക്കി എന്നിട്ടാണ് റെഡിയായത്. ഇനിയിപ്പോ രണ്ടാമത്തെ മൂവ്മെന്റ് എന്താന്ന് മനസ്സിലായോ? അതായത് രമണ ആദ്യം ക്യാച്ച് പിടിച്ച ഷീറ്റും രണ്ടാമത് ക്യാച്ച് പിടിച്ച സ്കെച്ചും കൊണ്ട് വരച്ച അതിമനോഹരമായ പൂമ്പാറ്റയാണ് ഇതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വരയുടെ കാര്യത്തിൽ പണ്ടേ ഞാൻ കേമിയാന്ന്. അതായത് വട്ടം വരച്ച മൊട്ടയാവും. വല്ലാത്തൊരു കഴിവായി പോയില്ലേ. ഈ പൂമ്പാറ്റയെ മൊബൈലിലുള്ള പൂമ്പാറ്റയാ. അതിനെ ഞാൻ കോപ്പി അടിച്ചിങ്ങ് എടുത്തതാ. പകർപ്പേ. ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലായില്ല? അതെ, പണ്ട് സ്കൂളിലേക്ക് ഭൂപടം വരച്ചിട്ട് പോകാൻ പറയുമ്പോ ടെക്സ്റ്റിലുള്ള ഭൂപടം അതിന്റെ മുകളിൽ വെച്ച് നമ്മൾ സ്കെച്ച് എടുക്കൂലേ, അത് തന്നെ പരിപാടി. ഇവനിന്ന് അലങ്കരിച്ച് ഞാനൊരു കോലത്തിലാക്കി എടുക്കുന്നു. ഏതാണ്ട് പകുതി എത്താനായപ്പോ എനിക്ക് മനസ്സിലായി ഏകദേശം കോളായി തുടങ്ങിയെന്ന്. എന്നിട്ടും നിർത്തിയില്ല, ആ അലങ്കോല പരിപാടി അങ്ങോട്ട് തുടർന്നു. അങ്ങനെ പൂമ്പാറ്റയായി കിട്ടി. ഇനി ഇവനെ തലയിൽ വെക്കണോ കഴുത്തിലിടണോന്നും വല്ലാത്തൊരു കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ കൺഫ്യൂഷൻ മാറാനൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ട് 2-3 പ്രാവശ്യം പാടി നോക്കിയപ്പോൾ കൺഫ്യൂഷൻ മാറിക്കിട്ടി. അങ്ങനെയാണ് ഈ പൂമ്പാറ്റയെ കഴുത്തിലിടാന്ന് വിചാരിച്ചത്. എന്നാ പിന്നെ ഫൈനലൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.